ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ? ഞാൻ ഈ പറയുന്നത് ഒരു ട്രാൻസ് വുമണിനെ കുറിച്ചാണ് കേട്ടോ. ഇത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊതുവേ നമുക്ക് ട്രാൻസ് വുമൺസ് അല്ലെ ട്രാൻസ് ജെൻസ് ഇങ്ങനെയുള്ള ആ ഒരു വിഭാഗക്കാരോട് നമുക്ക് എന്താ പറയുക, ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ആൾക്കാരോട്, ബാക്കി കുറച്ച് ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ക വേണ്ടാതിനം തന്നെയാണ്. അതിലൊരു വേണ്ടാതിനാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഈ ഒരു ട്രാൻസ് വുമണിൻ്റെ പേര് എന്ന് പറയുന്നത്, അപ്പോൾ അതിൽ അവരിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ട് എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അല്ലേ. ഇപ്പോൾ കുട്ടികളെന്നല്ല, കുട്ടികളാണേലും മുതിർന്നവരാണേലും പ്രായമായ ആൾക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ഈ പറയുന്ന വ്യക്തിയെ ഞാനും എന്താ പറയുക ഫോളോ ചെയ്തിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടത്. കാരണം അവരുടെ ആദ്യമൊക്കെ അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും ഇഷ്ടമായിരുന്നു, കുറച്ച് റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴായിട്ട് അവരോടുള്ള ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു വരികയാണ്. കാരണം അവരുടെ ആ ഒരു പ്രവർത്തികളും വീഡിയോസും കാര്യങ്ങളൊക്കെ, മെയിനായിട്ട് അവർ രാത്രി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. ഓക്കെ, അവരത് എന്താ പറയുക, എല്ലാവരെയും കാണിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. ഈ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേകം മെമ്പർഷിപ്പ് അങ്ങനെ എന്തോ എടുത്തിട്ട് ഇൻസ്റ്റയിലാണ് അത് ചെയ്യുന്നത്. പ്രത്യേകം പൈസ അടച്ചാൽ മാത്രമേ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുള്ളൂ. പക്ഷെ ഇന്നലെ രാത്രി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്, ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത്. അത് കണ്ടപ്പോൾ എന്താ പറയുക, അവരോട് സഹതാപമാണ് തോന്നിപ്പോയത്. നമുക്കറിയാം ഈ ട്രാൻസ് വുമൺ അല്ലെ ട്രാൻസ് മെൻസ് എന്നൊക്കെ പറയുന്നത് അവരുടെ ആ ഒരു ജനിച്ചപ്പോൾ അവർ ഒരു പക്ഷേ ആണായിരുന്നേക്കാം അല്ലെങ്കിൽ പെണ്ണായിരുന്നിരിക്കാം. പക്ഷെ അവരുടെ എന്താ പറയുക സ്വഭാവവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പെണ്ണിൻ്റെ, അതായത് ഈ ട്രാൻസ് വുമണിൻ്റെ ആണെങ്കിൽ പോലും അവർ ജനിച്ചപ്പോൾ ഒരു ആണായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തിയും ബാക്കി കാര്യങ്ങളെല്ലാം ഒരു പെണ്ണിൻ്റേതായിരുന്നു. അങ്ങനെ അവർ ആ ഒരു ആണിൽ നിന്നും പെണ്ണിലേക്ക് സർജറിയും കാര്യങ്ങളെല്ലാം മാറ്റി ഒരു പെണ്ണായിട്ട് അവർ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്നത് ഓക്കെ, എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ വന്നിട്ട് ഇതുപോലുള്ള വേഷങ്ങളിൽ കാണിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അത് ചോദിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ശരിക്കുള്ള പെണ്ണുങ്ങൾ എന്തുവാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അത് അങ്ങനെ തന്നെയാണ്, കുറേ പെണ്ണുങ്ങളും ഉണ്ട് ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ ട്രാൻസ് വുമൺസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക അവരോട് ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് വേദനകളും ഒക്കെ എന്താ പറയുക, സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് വേദനകളെല്ലാം സഹിച്ചാണ് അവർ ഇന്ന് ഒരു സ്ത്രീയായിട്ട് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് നമുക്ക്. പക്ഷെ അവർ ആ ഒരു റെസ്പെക്റ്റ് അവരായിട്ട് തന്നെ ഇല്ലാതാക്കുകയാണ്. ഇവരുടെ ഇങ്ങനെയുള്ള കുറേയധികം പ്രവർത്തികൾ നമ്മൾ അംഗീകരിക്കുന്നു. അവർ എന്താ പറയുക, നമ്മളെപ്പോലെ തന്നെ സ്ത്രീകളാണ്, അവർക്ക് എന്താ പറയുക പ്രസവിക്കാൻ കഴിയില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളെല്ലാം അവർക്ക് ഒരു സ്ത്രീകളെ പോലെ തന്നെയാണ്. അത് ഒരുപാട് സർജറി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് വേദനകൾ അവരനുഭവിച്ചു. അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിലൂടെയാണ് അവർ ആ ഒരു സ്ത്രീയിലേക്ക് മാറുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും വേദനകളും യാതനകളൊക്കെ അനുഭവിച്ച് ആ ഒരു സ്ത്രീയിലേക്ക് രൂപമാറ്റം ഇവർ വന്നത് ഇങ്ങനെയുള്ള വേഷം കെടലുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എന്താ പറയുക, ചില ആൾക്കാരോട് പുച്ഛാണ് തോന്നുന്നത്. എല്ലാവരോടും അല്ല കേട്ടോ. ട്രാൻസ് വുമൺസ് ആയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, മാന്യമായിട്ടുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു വിഭാഗത്തിൽ കുറേയധികം പേക്കൂത്ത് കാണിച്ച് വളരെയധികം വൾഗറായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ച് ജീവിക്കുന്ന വേറെയും കുറേ ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ഓർക്കുവാണ്, ഇവരൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറിയത് ഇങ്ങനെയുള്ള കുറേയധികം വേഷം കെടലുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു വ്യക്തി, ഈ ഒരു ട്രാൻസ് വുമൺ, ഇവരുടെ ഇൻസ്റ്റയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ള ആളാണ്. ഞാൻ ഇവരെ ഫോളോ ചെയ്തിട്ടുമുണ്ട്. ആദ്യമൊക്കെ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് റോങ് ആയിട്ട് എനിക്ക് തോന്നി. ഇപ്പോൾ കുറച്ചായിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ചധികം പ്രവൃത്തികൾ. ഇപ്പോൾ ഇന്നലെ അവർ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്, ബിക്കിനിയാണ് ഇട്ടിരിക്കുന്നത് സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലായിപ്പോൾ. ഇതൊക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ആൾക്കാർക്ക് എന്തൊരു മെസ്സേജാണ് കൊടുക്കുന്നത്? ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇത്രയും എന്താ പറയുക ട്രാൻസ് വുമൺസ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട്, ഞങ്ങളും സാധാരണ സ്ത്രീകളെ പോലെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിങ്ങനെ ഈ ഒരു ന്യൂഡിറ്റി നിങ്ങൾ കാണിക്കുന്നത്? വളരെയധികം ഒരു മോശമായിട്ട്, അല്ലെ ഒരു പുച്ഛം തോന്നുകയാണ് കേട്ടോ. കാരണം നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് റെസ്പെക്റ്റ് ഉള്ളവർ തന്നെയാണ് നമ്മളും ഒക്കെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വേദനകളും യാതനകളൊക്കെ അനുഭവിച്ചിട്ടാണ് അവർ ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ചില ആൾക്കാരോട്, ഇങ്ങനെ കാണിക്കുന്നവരോട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ചധികം ആൾക്കാരുണ്ട് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടത്. അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വളരെ 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 മോശം എന്ന് വെച്ചാൽ വളരെ മോശമാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, ശരിക്കും സ്ത്രീകളായിട്ടുള്ളവർ കാണിക്കുന്നില്ലേ? കാണിക്കുന്നുണ്ട്. അവരെടുത്ത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നോക്കി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ജനിച്ചപ്പോൾ അവർ ആണായിരുന്നു അല്ലെങ്കിൽ അവർ പെണ്ണായിരുന്നു. അവർ ഒരുപാട് എന്താ പറയുക കുറേയധികം
എന്താ പറയുക ഈ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. ഇങ്ങനെയൊക്കെ മാറുന്നത് ഇങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുവാണ്. എന്തായാലും ഇത് കണ്ടിട്ട് എനിക്കിതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ ഒരു ഇതുവരെ ഞാൻ ഇവരുടെ ഒരുപാട് ഇൻസ്റ്റയിൽ ഇവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതിലിവർ എന്താ പറയുക വൾഗറായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് വന്നിട്ടുണ്ട്. അതൊന്നും നമ്മൾ കാര്യമാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ അവർ കാണിച്ചത് ശരിക്കും ബിക്കിനി ഇട്ടിട്ടാണ് അവർ വന്നിട്ട് ആ ഒരു പരിപാടി കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ അവർ ചെയ്ത ആ ഒരു പ്രവൃത്തി നന്നായിട്ട് അല്ലെ ലൈക്ക് ചെയ്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ട് ആസ്വദിക്കാനും കുറേയധികം ആൾക്കാരുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. പക്ഷെ നമുക്കത് കണ്ടിട്ട് ആസ്വദിക്കാനോ അല്ല അത് സപ്പോർട്ട് ചെയ്യാനോ തോന്നുന്നില്ല. അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ പോയി ചെയ്യൂ. ഇപ്പോൾ അത് പറയുമ്പോൾ അവർ പറയും എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ എന്ത് ചെയ്യണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണെന്ന്. പക്ഷേ ഇതൊരു എന്താ പറയുക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇത് പബ്ലിക്കായിട്ട് വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, അത് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. അപ്പോൾ അത് കണ്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല കേട്ടോ. ഇപ്പോൾ ഇത് എന്താ പറയുക ഒരുപാട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടി വരുന്ന ഒരു വിഭാഗം ആൾക്കാർ തന്നെയാണ് ഈ ട്രാൻസ് വുമൻസ്, ട്രാൻസ് ജെൻസ്. ഞാൻ പറഞ്ഞില്ല അവരോടൊക്കെ നമുക്ക് റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ചില വ്യക്തികൾ ആ ഒരു പ്രവൃത്തി അവരുടെ ആ ഒരു ഇങ്ങനെ ഈ ഒരു വിഭാഗത്തിലേക്ക് വന്നിട്ട് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ വളരെയധികം മോശമാണ്. അതായത് അവർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളും സാധാരണ സ്ത്രീകളെ പോലെ തന്നെയാണ്, ഞങ്ങൾക്കും സാധാരണ സ്ത്രീകൾക്കുള്ളതുപോലെയൊക്കെ ഞങ്ങൾക്കും ഉണ്ട് എന്ന് കാണിക്കുവാണ്. മെയിനായിട്ട് കുറേ ആൾക്കാരുടെ, ഞാൻ എല്ലാവരുടെ പേര് ഇവിടെ എടുത്ത് പറയുന്നില്ല, ഇപ്പോൾ മെയിനായിട്ട് ഇവരുടെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് തന്നെ അതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഓരോരുത്തരെ എന്ത് ഡ്രസ്സ് ധരിക്കണ്ട എന്നൊക്കെ ഉള്ളത് അവരുടെ ഇഷ്ടമാണ്. പക്ഷേ പബ്ലിക്കായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ബിക്കിനിയൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ദയവ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.